ദുരന്തങ്ങളെ തടയുന്ന 10 സൂറത്തുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയതായി കാണാം. 10 സൂറത്തുകൾ 10 ദുരന്തങ്ങളെയാണ് തടയുന്നത്. അല്ലാഹു ഈ 10 സൂറത്തുകളെയും നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. ആ സൂറത്ത് ഓതുന്നതിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന മുഴുവൻ പ്രയാസങ്ങളും അല്ലാഹു തആല തട്ടിദൂരത്താക്കട്ടെ. ആമീൻ. അതിലൊന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ സൂറത്ത് നിത്യമായി ഓതിയാൽ റബ്ബിൻ്റെ ദേഷ്യത്തെ തൊട്ട് നമ്മളെ തടയുന്നതാണ്. അല്ലാഹുവിൻ്റെ കോപം നമ്മുടെ മേൽ ഉണ്ടാവില്ല. രണ്ടാമത്തേത് യാസീൻ സൂറത്ത്. യാസീൻ സൂറത്ത് നിത്യമായി പതിവാക്കി ഓതിയാൽ അന്ത്യനാളിൽ വലിയ ദാഹത്തെ തൊട്ട് നമ്മെ തടയുന്നതാണ്. മൂന്നാമത്തേത് സൂറത്തുൽ ദുഖാൻ. അത് നിത്യമായി ഓതിയാൽ അന്ത്യനാളിൻ്റെ ഭയാനകതയെ നമ്മളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തടയുന്നതാണ്. നാലാമത്തേത് സൂറത്തുൽ വാഖിയ. അത് നിത്യമായി പതിവാക്കി ഓതിയാൽ അസറിന് ശേഷം ഓതുന്നതാണ് നല്ലത്. അങ്ങനെ പതിവാക്കി ഓതിയാൽ ദാരിദ്ര്യത്തെയും പ്രതിസന്ധികളെയും അല്ലാഹു തആല തടയുന്നതാണ്. അഞ്ചാമത്തേത് സൂറത്തുൽ മുൽക്ക് അഥവാ തബാറക സൂറത്ത്. അത് നിത്യമായി ഓതിയാൽ മഗ്രിബ് ഇശാഇൻ്റെ ഇടയിൽ ഓതലാണ് നല്ലത്. ഖബർ ശിക്ഷയെ തൊട്ട് നമ്മെ തടയുന്നതാണ്. ആറാമത്തേത് സൂറത്തുൽ കൗസർ. സൂറത്തുൽ കൗസർ നിരന്തരം ഓതിയാൽ എതിരാളികളെ ഉത്തരമുട്ടിക്കും. നമുക്ക് എല്ലായിടത്തും വിജയമുണ്ടാകും. ഏഴാമത്തേത് സൂറത്തുൽ കാഫിറൂൻ. സൂറത്തുൽ കാഫിറൂൻ നിരന്തരം ഓതിയാൽ മരണഘട്ടത്തിലെ ഈമാൻ ഊരിപ്പോകുന്നതിനെ തൊട്ട് നമ്മെ തടയുന്നതാണ്. മരിക്കുമ്പോൾ കാമിലായ ഈമാനോട് കൂടെ മരിക്കാൻ സാധിക്കും. എട്ടാമത്തേത് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് നിരന്തരം ഓതിയാൽ കാപട്യം തടയപ്പെടുന്നതാണ്. സൂറത്തുൽ ഫലഖ്. സൂറത്തുൽ ഫലഖ് ഓതിയാൽ അസൂയക്കാരുടെ അസൂയയെ തൊട്ട് നമ്മെ അല്ലാഹു തടയുന്നതാണ്. 10 സൂറത്തുന്നാസ്. അത് വസ്വാസിനെ തൊട്ട് നമ്മളെ തടയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിത്യം പതിവാക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. അത് കാരണം മുഴുവൻ ആപത്തുകളെയും പ്രതിസന്ധികളെയും തൊട്ട് അല്ലാഹു കാക്കുമാറാവട്ടെ. ആമീൻ.